സ്വാതന്ത്ര്യ സമര സേനാനി, വൈക്കത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, MLA, ചെത്തുതൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച CK വിശ്വനാഥന്റെ സ്മരണാർത്ഥം ചെത്തുതൊഴിലാളി യൂണിയൻ AITUC ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ അവാർഡ് മഹാത്മാഗാന്ധിയുടെ പൗത്രനും പ്രസിദ്ധ പ്രഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ തുഷാർ ഗാന്ധിക്ക് ഡിസംബർ 24 രാവിലെ 10 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് വൈക്കം താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ AITUC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP ബിനു, ജനറൽ സെക്രട്ടറി TN രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി. തുഷാർ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ വളരെ ശക്തമായ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ധാരാളമായ ഇടപെടലുകൾ നടത്തി ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ഒരു വലിയ വ്യക്തി. ഗാന്ധി ഫൗണ്ടേഷൻ്റെ സ്ഥാപക പ്രസിഡന്റും മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ലോകമാകെ കൊണ്ടു നടക്കുന്നതിന് വളരെ ശക്തമായി ഇടപെടൽ നടത്തിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ എന്നുകൂടി പ്രത്യേകമായും അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു വ്യക്തിക്കാണ് ഇത്തവണ സഖാവ് CK വിശ്വനാഥൻ്റെ പേരിലുള്ള അവാർഡ് നൽകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തുഷാർ ഗാന്ധി അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഈ ഗോവധവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ നാടിനെ ഞടിക്കിയ ധാരാളം അനുഭവമുണ്ട്. അതിനെതിരായി വലിയ ഫൈറ്റ് നടത്തുകയും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ളിൽ ഇടപെടുക മാത്രമല്ല, അദ്ദേഹം സുപ്രീം കോടതിയിൽ അതിനെതിരെ വലിയ ഒരു ഫൈറ്റ് നടത്തി അനുകൂലമായൊരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളതാണ്. 1922 വൈക്കത്ത് ജനിച്ച CK വിശ്വനാഥൻ 1948 വൈക്കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ പ്രഥമ സെക്രട്ടറിയായി. ഒട്ടേറെ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ചെത്തുതൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാവും പ്രസിഡന്റുമായിരുന്നു. ഐതിഹാസികമായ ഒട്ടേറെ തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. വൈക്കത്തെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് MLA ആയിരുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. AITUCയുടെ സംസ്ഥാന നേതാക്കളിൽ പ്രമുഖനായിരുന്നു. ചെത്തുതൊഴിലാളി ഫെഡറേഷൻ രൂപീകരണം മുതൽ അതിന്റെ നേതാക്കളിൽ മുഖ്യസ്ഥാനം വഹിച്ചിരുന്നു. ഉജ്ജ്വല വിപ്ലവകാരി CK വിശ്വനാഥന്റെ പേരിലുള്ള അവാർഡ് നേടുന്ന തുഷാർ ഗാന്ധി ഇന്ത്യയിൽ ഇന്ന് വളരെ ശ്രദ്ധേയമായ പ്രഭാഷകനും തികഞ്ഞ മതേതരവാദിയുമാണ്. മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ സന്ദർഭത്തിൽ സന്ധി സംഭാഷണത്തിനായി ഇണ്ടംതുരുത്തി മനയിലെത്തി. ഗാന്ധിജിയെ മനയിൽ പ്രവേശിപ്പിക്കാതെ പുറത്തിലെത്തിയ ആ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ചെറുമകന് ഹൃദ്യമായ സ്വീകരണം നൽകുന്നത് എന്ന പ്രത്യേകതയും ഈ അവാർഡ് ദാന ചടങ്ങിനുണ്ട്. തുഷാർ ഗാന്ധിയെ പോലെ ഒരാള് ഇണ്ടംതുരുത്തി മന എന്ന ചരിത്രപ്രസിദ്ധമായ ഇവിടെ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഗാന്ധി ഇണ്ടംതുരുത്തി മനയിൽ വന്നിട്ട് വരുന്ന മാർച്ച് മാസം 10-ാം തീയതി 2025 മാർച്ച് 10-ന് 100 വർഷം തികയുക. അപ്പോൾ 100 വർഷം തികയുന്ന മഹാത്മാഗാന്ധിയെ ഇണ്ടംതുരുത്തി മനയിലേക്ക് പ്രവേശിപ്പിക്കാതെ അദ്ദേഹത്തിനെ ഇരുത്തിയ പൂമുഖത്താണ് നമ്മൾ ഈ പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തുന്നതെന്നുള്ള പ്രത്യേകത നമ്മൾ കാണുന്നു. ചെത്തുതൊഴിലാളി വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പ് വിതരണം ഇതോടനുബന്ധിച്ച് നടത്തും. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP ബിനുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വിപ്ലവ ഗായിക PK മേദിനി അവാർഡ് സമ്മാനിക്കും. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് തുഷാർ ഗാന്ധി പ്രഭാഷണം നടത്തും. CPIയുടെയും AITUCയുടെയും പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.